ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കേക്ക് മേക്കിംഗ് വീഡിയോയും കൂടിയാണ്. എൻ്റെ ഫസ്റ്റ് വീഡിയോയും കൂടിയാണ്. ഒരു 2 ടയർ കേക്കും അതേപോലെ തന്നെ 2 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെയും വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത്രയൊക്കെ സാധനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത്. അതായത് നമ്മൾ കേക്കിന് മൈദയൊക്കെ മെഷർ ചെയ്യാൻ പറ്റിയ കപ്പും അതേപോലെ തന്നെ ബീറ്റർ, പാത്രങ്ങൾ ഇത്രയൊക്കെയാണ്. അതായത് നമുക്ക് ടോട്ടൽ 4.5 കിലോ കേക്കിൻ്റെ ഓർഡറാണ് കിട്ടിയിട്ടുള്ളത്. ഒന്ന് 2.5 കിലോൻ്റെ 2 ടയർ കേക്കും 2 കിലോൻ്റെ വൈറ്റ് ഫോറസ്റ്റ് കേക്കുമാണ് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. കേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത്, ഇപ്പം ഞാൻ 2 kgൻ്റെ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, അതായത് മൈദ വേണം, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ഉപ്പ്, അപ്പോൾ എന്നിവയൊക്കെ ചേർന്നിട്ടാണ് നമ്മൾ ആദ്യം വൈറ്റ് ഫോറസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോവുക. ഈ ഫസ്റ്റ്, അതായത് നമുക്ക് 2 kg ഉണ്ടാക്കണമെങ്കിൽ 2 കപ്പ് മൈദ വേണം. അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു കപ്പാണ് മെഷർ ചെയ്യുന്നത്. ഈ ഒരു കപ്പ് മൈദയാണ് ആദ്യം നമ്മൾ ഇടുന്നത്. ഇത് 1 കപ്പ് മൈദയാണ്. ഇതേപോലത്തെ 1 കപ്പും കൂടി നമുക്ക് 2 kg ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടി വരും. അപ്പോൾ ഞാൻ ആദ്യം 1 കപ്പ് എങ്ങനെയാണ് പറഞ്ഞു തരാം. അതിൽ 1 കപ്പിന് വേണ്ടതാണെങ്കിൽ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അപ്പോൾ 2 കപ്പാണെങ്കിൽ 1/2 ടീസ്പൂൺ നമുക്ക് ബേക്കിംഗ് സോഡ ഇതിൽ ചേർക്കണം. അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡർ ചേർക്കേണ്ടത് അര ടീസ്പൂണാണ്. ബേക്കിംഗ് പൗഡർ ചേർത്തതിന് ശേഷം നമ്മൾ ഒരു പിഞ്ച്, അതായത് ഒരു നുള്ള് ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കുക. അതിനുശേഷം നമ്മൾ നല്ല രീതിയിൽ ഇത് അരിച്ചെടുക്കണം. ഇത് നമ്മളിപ്പോൾ അരിക്കുകയാണെങ്കിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും നല്ല രീതിയിൽ അരിച്ചെടുക്കണം. എന്നാൽ മാത്രമേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. കപ്പ് മൈദ നല്ല രീതിയിൽ അരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ മിക്സ് ആക്കുക. 2 കിലോ കേക്കിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 8 മുട്ടയാണ്. അതായത് ചെറിയ മുട്ട ആയതുകൊണ്ടാണ് ഞാനിവിടെ 8 എടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇപ്പോൾ 1 കിലോയുടെ കേക്കാണെങ്കിൽ നമ്മൾ 4 മുട്ട എടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 3 മുട്ട എടുക്കും. കാരണം എന്ന് വെച്ചാൽ ചെറിയ മുട്ടയാണെങ്കിൽ 4 അതേപോലെ തന്നെ വലുതാണെങ്കിൽ ഒരു 3 മുട്ട എടുത്താൽ മതി 1 kg ഉണ്ടാക്കുന്നതാണെങ്കിൽ. അപ്പോൾ ഞാനിവിടെ ചെറിയ മുട്ട ആയതുകൊണ്ട് 8 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയിലേക്ക് നമ്മൾ വാനില എസൻസ് ഒഴിക്കും. ഇതിൽ ഞാൻ 2 ചെറിയ മൂടി വാനില എസൻസ് ആണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അതായത് മുട്ടേൻ്റെ ഒരു ഫ്ലേവർ മാറാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് ഒഴിക്കുന്നത്. ഇതിൽ വാനില എസൻസ് ഒഴിച്ചതിന് ശേഷം നമ്മൾ മുട്ടയും വാനില എസൻസും കൂടി നല്ല രീതിയിൽ ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് ഇടും. അതായത് 1 കിലോന് 1 കപ്പ് പഞ്ചസാര എന്ന പോലെ 2 കിലോന് 2 കപ്പ് പഞ്ചസാരയാണ് ഇതിൽ മിക്സ് ആക്കുക. പൊടിച്ചതിന് ശേഷം നമ്മൾ ഇടുക. കുറച്ച് പൊന്തിയതിന് ശേഷം നമ്മൾ ഈ അടിക്കുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ ഫസ്റ്റ് ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ഇടുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് ഇടാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ മുട്ട അപ്പോഴത്തേക്ക് എല്ലാം കൂടിയും ഇങ്ങനെ അടിക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോകും. ആദ്യം തന്നെ നമ്മളിങ്ങനെ കുറച്ച് പഞ്ചസാര മാത്രം ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ബീറ്റ് ചെയ്യണം. ഇതേപോലെ നല്ല രീതിയിൽ മുട്ട പൊന്തി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട്, അതായത് സ്പീഡ് കുറച്ചിട്ട് മാത്രം മിക്സ് ചെയ്യുക. ഇതേപോലെ ബീറ്റ് ചെയ്ത് എടുക്കണം. അതിനുശേഷം നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള മൈദ ഇതിലേക്ക് കുറച്ചായിട്ട് ഇടണം. ശേഷം നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. അതായത് ഓവറായിട്ട്, അതായത് സ്പീഡിലൊന്നും മിക്സ് ചെയ്യാറ്, അപ്പോൾ പതുക്കെ ഈ ചെയ്യുന്ന പോലെ തന്നെ. ഈ മിക്സ് ചെയ്യുന്ന കൂടാതെ തന്നെ നമുക്ക് ഇതിനെ കൊണ്ടും വേണമെങ്കിൽ മിക്സ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ സൈഡിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ എടുക്കാനൊക്കെ പറ്റും. ഇതേപോലെ നമ്മൾ മൈദയൊക്കെ മിക്സ് ആക്കിയതിന് ശേഷം നല്ല ടെക്സ്ചറിലായിട്ട് നമുക്കിങ്ങനെ കിട്ടണം. അതായത് കട്ടയൊന്നും പിടിക്കാതെ മൈദ മുട്ടയിൽ നല്ലോണം ഇങ്ങനെ ലയിക്കണം. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ ഈ ഒരു ലൂസ്, അതായത് അധികം കട്ടി ഉണ്ടാവാനും പാടില്ല, അധികം ലൂസ് ആവാനും പാടില്ല. അതായത് ഒരു വെൽവെറ്റ് ടൈപ്പ് ഇതിലായിരിക്കണം ഉണ്ടാവേണ്ടത്. 2 kgൻ്റെ മോൾഡാണ്
മോൾഡാണിത്, സ്ക്വയർ മോൾഡ്. അപ്പോൾ ഇതിൽ ഞാൻ ബട്ടർ പേപ്പർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതായത് സൈഡിലൊന്നും നമുക്ക് ഇങ്ങനെ പറ്റി പിടിക്കാണ്ടൊക്കെ നമുക്ക് കേക്ക് നല്ല രീതിയിൽ കിട്ടും. അതേപോലെ തന്നെ നമുക്കിത് കേക്ക് ആയതിനു ശേഷം നല്ല രീതിയിൽ റിമൂവ് ആക്കാനും പറ്റും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിക്കുകയാണ്. എല്ലാ സ്ഥലത്തും ആവുന്ന രീതിയിലായിരിക്കണം ബാറ്റർ ഒഴിക്കേണ്ടത്. ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ ടാപ്പ് ചെയ്യണം. അതായത് എയർ ബബിൾസും അങ്ങനെയൊന്നും ഇതിലേക്ക് ആവാൻ പാടില്ല. ഇങ്ങനെ ഒരു വട്ടയിലാണ് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. അതായത് ഒരു കേക്ക് ആക്കുന്നതിന് മുന്നേ ഒരു 15 മിനിറ്റ് മുന്നേ ഇത് ചൂടായിട്ട് ഇരിക്കണം. ഇതിലേക്കാണ് നമ്മൾ കേക്ക് വെക്കുന്നത്. കേക്ക് നമ്മളിങ്ങനെ വട്ടയിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ തീ നല്ലോണം കുറച്ച് കൊടുക്കണം, സിമ്മിലായിരിക്കണം ആക്കി വെക്കേണ്ടത്. കേക്ക് നല്ല രീതിയിലായിട്ടുണ്ട്. എനിക്ക് ഇതാവാൻ അടുത്ത സമയം എന്ന് വെച്ചാൽ 1 മണിക്കൂറാണ്. അതായത് ഇപ്പോൾ 1 കിലോൻ്റെ കേക്കാണെങ്കിൽ നമുക്ക് അരമണിക്കൂറും, അതേപോലെ തന്നെ 2 kg കേക്ക് ആണെങ്കിൽ 1 മണിക്കൂർ എടുക്കും. ഞാൻ അടുപ്പത്ത് വെച്ചത് ഗ്യാസിൽ വെച്ചത് കൊണ്ടാണ്. ഇപ്പോൾ ഓവനിലൊക്കെ വെക്കുകയാണെന്ന് വെച്ചാൽ ഇതിലും പെട്ടെന്ന് ആകും. അപ്പോൾ ഞാൻ ആയിട്ടുണ്ടോ നോക്കണ്ടിട്ട് ചെറിയൊരു കമ്പി പോലത്തെ ഒരു കഷ്ണം എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കുത്തി നോക്കിയിട്ടാണ് ഉള്ളത്. അതെനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ നല്ല രീതിയിലായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് റിമൂവ് ചെയ്യാം ഈ ബട്ടർ പേപ്പർ. കേക്ക് നല്ല രീതിയിൽ ബട്ടർ പേപ്പർ ഇങ്ങനെ വെച്ചത് കൊണ്ട് നമുക്ക് വേഗം റിമൂവ് ചെയ്യാൻ പറ്റും. നേരെ ഞാൻ ഒരു പ്ലേറ്റിലാണ് വെക്കുന്നത്. കേക്ക് റിമൂവ് ആയിട്ട് ഞാൻ പ്ലേറ്റ് മേലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബട്ടർ പേപ്പർ ഓരോന്നായിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കാം. കേക്ക് നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് സൈഡൊന്നും കരിയൊന്നും ചെയ്യാണ്ട് നമുക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൊട്ട് നോക്കിയാൽ അറിയാം, നല്ല സോഫ്റ്റാണ് കേക്ക്, നല്ല സോഫ്റ്റാണ്. ഇപ്പോൾ 1.5 കിലോൻ്റെ ബാറ്ററാണ് ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അതായത് 2 ടയർ കേക്കിൽ വെക്കാൻ പറ്റിയ ലാസ്റ്റത്തെ വരുന്നത് 1.5 കിലോൻ്റെതാണ് തട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ബാറ്ററാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഇനി ഇത് അടുപ്പത്തേക്ക് വെക്കണം. സ്പഞ്ചൊക്കെ ചെയ്തെടുത്ത് അതേപോലെ തന്നെ ഈ 2 kg സ്ക്വയറും അതേപോലെ 2 ടയറിൻ്റെ 3 കേക്കും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ കട്ട് ചെയ്യണം. അതായത് 3 ലെയറായിട്ട് 1.5 kg ഒരു 4 ലെയറും അതേപോലെ തന്നെ സ്ക്വയറിൻ്റെ 3 ലെയറും ഒക്കെ ചെയ്തെടുക്കണം. നമ്മൾ ആദ്യം കേക്ക് കട്ട് ചെയ്യുന്നത് 1/2 kg കേക്കാണ്. അപ്പോൾ ഇത് ഞാൻ ബട്ടർ പേപ്പർ സൈഡിലൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഭാഗത്ത് റിമൂവ് ചെയ്യുന്നില്ല, കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ റിമൂവ് ചെയ്യാറ്. ആദ്യത്തെ ഭാഗം നല്ല രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിലായിരിക്കണം നമ്മൾ എപ്പോഴും കേക്ക് കട്ട് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് അടുത്തതും കൂടി കട്ട് ചെയ്യാം. ശേഷം നമ്മളിങ്ങനെ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്ത് കളയും. കണ്ട നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് കരിഞ്ഞൊന്നും പോവാത്ത രീതിയിൽ ബാക്ക് ഭാഗം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. എല്ലാ കേക്കും നല്ല രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് എല്ലാം ഏകദേശം ഒരേ അളവിലായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ച് നമുക്ക് നല്ല രീതിയിൽ ക്രീമൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ ഞാൻ സ്ക്വയറിൻ്റെ ആയാലും നല്ല രീതിയിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലിനി ക്രീം അതേപോലെ തന്നെ ഇതിൻ്റെ പഞ്ചസാര സിറപ്പ് വെള്ളമൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാര ലൈന് റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ഇതിൽ ഇപ്പോൾ 4 ഗ്ലാസ് വെള്ളത്തിന് 2 ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ് എടുക്കുന്നെങ്കിൽ 1/2 ഗ്ലാസ് പഞ്ചസാര എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതായത് കുറച്ച് മാത്രം മതി. ഇനി ഇത് തണിഞ്ഞതിന് ശേഷം കേക്കിലേക്ക് അപ്ലൈ ചെയ്യണം. കേക്കിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ ആദ്യം പാത്രം തണുപ്പിച്ചതിന് ശേഷമാണ് വിപ്പിംഗ് ക്രീം 2 കപ്പ് വിപ്പിംഗ് ക്രീം ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന വിപ്പിംഗ് ക്രീം ഇതാണ്. ഇത് നമ്മൾ നല്ല രീതിയിൽ ബീറ്റർ കൊണ്ട് അടിച്ചിട്ട് ഇതാക്കണം. അത് ആദ്യം നമ്മൾ സ്ലോലി ആയിരിക്കണം ബീറ്റർ കൊണ്ട് അടിക്കേണ്ടത്. എന്നതിന് ശേഷമാണ് സ്പീഡ് കൂട്ടി വരിക. ഇത് നല്ല രീതിയിൽ പൊങ്ങി വരും. ക്രീം നല്ലോണം ബീറ്റ് ചെയ്താൽ നല്ല രീതിയിൽ പൊന്തി വരും. ഇതേപോലെ നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ
ഇതേപോലെ നമുക്ക് നല്ല രീതിയിൽ അടിച്ചു കഴിഞ്ഞാൽ പൊങ്ങി വരും. അതായത് അധികം ടൈറ്റ് ആവാനും പാടില്ല, അധികം ലൂസ് ആവാനും പാടില്ല. അതായത് നമ്മൾ കേക്കിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രീതിയിലായിരിക്കണം, അതായത് സ്റ്റിഫായിട്ട് കിട്ടണം നല്ല രീതിയിൽ. നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യാൻ പോകുന്നത് 1.5 കിലോൻ്റെ കേക്കാണ്. അപ്പോൾ അത് നമുക്ക് 2 ടയർ കേക്കിൽ വേണ്ടിയിട്ട് ലാസ്റ്റ് വെക്കാവുന്ന കേക്കാണ്. താഴെ ഞാൻ 1.5 കിലോൻ്റെതാണ് വെക്കുന്നത്. അപ്പോൾ അതിൽ വെക്കാവുന്ന 5 കഷ്ണാക്കിൽ ഞാനിങ്ങനെ കേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ലൈഡായിട്ട്. ഞാൻ ആദ്യം തന്നെ കാണിച്ചു തന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൽ കേക്കിൻ്റെ പേരെന്ന് വെച്ചാൽ ചോക്കോ നട്ട്സ് കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോക്കോ ചിപ്സ് ഉണ്ട്, അതേപോലെ തന്നെ ബദാം ഞാൻ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്, അതായത് ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഫില്ലിങ്, പിന്നെ അതേപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതായത് വിപ്പിംഗ് ക്രീം കുറച്ച് ഒഴിച്ചിട്ട് വൈറ്റ് ചോക്ലേറ്റ് മെൽട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഈ ഒരു ലൂസിന് വേണം, അതായത് ഓവർ ലൂസും പാടില്ല, അതായത് ടൈറ്റും പാടില്ല. അപ്പം നമ്മൾ അതിൻ്റെ ഇടയിൽ ഫില്ല് ചെയ്യുന്നതല്ലേ. ആദ്യം തന്നെ നമുക്ക് കേക്ക് ചെയ്യുമ്പോൾ ബോർഡിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്യണം. അതായത് അത് നമുക്ക് ഇളകി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ അഥവാ കേക്ക് ചെരിഞ്ഞൊക്കെ പോകുന്ന കാണില്ലേ 2 ടയർ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ, അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നല്ല ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രീം ആദ്യം ബോർഡിലേക്ക് ആക്കുന്നത്. അതിന് ശേഷം നമ്മൾ കേക്ക് വെച്ച് കൊടുക്കുക, കേക്കിൻ്റെ സ്പഞ്ചസ് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നല്ലോണം പ്രസ് ചെയ്യാം. കേക്ക് എപ്പോഴും വെക്കുമ്പോൾ നമ്മുടെ സെൻറ്ററിലായിട്ടാണ് വെക്കേണ്ടത്. അതല്ലെങ്കിൽ സൈഡിലേക്ക് നമ്മൾ കേക്ക് മൊത്തത്തിൽ ഫിനിഷ് ചെയ്യുമ്പോൾ സൈഡിലേക്കൊക്കെ ചെരിഞ്ഞ പോലെ ഉണ്ടാവും കാണാൻ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പഞ്ചസാര ലായന, അതായത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ള പഞ്ചസാര സിറപ്പ് ഇതിലേക്ക് കുറച്ച് മനസ്സിലാക്കി കൊടുക്കുക. അതായത് ഓവറായിട്ടും ചെയ്യരുത്, അതായത് ചെറിയൊരു സോഫ്റ്റ് പോലെ ആകാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഇതേപോലെ തന്നെ എല്ലായിടത്തേക്കും ആക്കി കൊടുക്കുക, നല്ല രീതിയിൽ ആക്കി കൊടുക്കണം. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ കേക്കും കൂടി ഒന്ന് ചെയ്തെടുക്കാം. 3 കേക്കും നല്ല രീതിയിൽ തണുത്തിട്ടുണ്ട്, അതായത് ഞാൻ 3 ക്രം കോട്ട് ചെയ്തിട്ടാണ്. അതായത് 2 ടയർ കേക്കിൻ്റെതും സ്ക്വയർ വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് ഫില്ലിംഗ് ആയിട്ട് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കാം. കേക്ക് നല്ല രീതിയിൽ ഫിനിഷായിട്ട് ആക്കിയിട്ടുണ്ട്, വിപ്പിംഗ് ക്രീമൊക്കെ ആക്കിയിട്ട്. ഇനി ഡിസൈൻ കാര്യങ്ങളൊക്കെ അവസാനം നോക്കാം. ഇനി മറ്റേ കേക്ക് 2 ടയർ കേക്കിൻ്റെത് ഇനി ഇതേപോലെ തന്നെ ഫില്ല് ചെയ്യണം വിപ്പിംഗ് ക്രീം. കേക്കിൽ പേരൊക്കെ ഇത് സെറ്റാക്കിയിട്ടുണ്ട്. എനിക്ക് ചെറിയ രീതിയിലുള്ള ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ വെക്കുകയാണ്. കേക്കിൻ്റെ ഏകദേശം റെഡിയാവാനായി. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഡെക്കറേഷൻസ് കുറച്ചുകൂടി ബാക്കിയുണ്ട്, അപ്പോൾ അതൊക്കെ ചെയ്യുന്നു. 2 ടയർ കേക്ക് നല്ല രീതിയിൽ നമ്മൾ ഡിസൈനുകളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് 2 ടയർ കേക്ക്. 1ാം പിറന്നാളാണ് കുട്ടീൻ്റെത്. അപ്പോൾ നമ്മൾ എല്ലാ ഡെക്കറേഷൻസും ടോപ്പറും ഇതൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനൊരു കേക്കിൻ്റെ സ്റ്റാൻഡും വെച്ചിട്ടുണ്ട്. നമ്മൾ കേക്ക് 2 നമ്മൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇതാ 2 കേക്കും വരുന്നത്. ഒന്ന് വൈറ്റ് ഫോറസ്റ്റിൻ്റെ ആണ്. ഫസ്റ്റ് കസ്റ്റമൈസ്ഡ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ ഡിസൈൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്ത്. അതേപോലെ തന്നെ 2 ടയർ കേക്കിൻ്റെ ഇതാണ് ഡിസൈന്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.